നിലമ്പൂരിൽ പ്രചാരണം ഇനിയും 12 നാൾ അതിനപ്പുറം ബൂത്തിലേക്ക് എത്തുകയാണ്. നിലമ്പൂർ നേതാക്കളുടെ പട തന്നെ നിലമ്പൂരിലേക്ക് എത്തും. നമ്മൾ നിലമ്പൂരിന്റെ നിലവിലെ വൈബാണ് ഒന്ന് പരിശോധിക്കാൻ പോകുന്നത്. വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. വിപിൻ, അപ്പോൾ പെരുന്നാളിന്റെ ആവേശം അതൊക്കെ ഇനിയും മായുകയാണ്. ഇനി പൂർണ്ണസമയം നിലമ്പൂരിൽ പ്രചാരണ ചൂടായിരിക്കും. ഏതൊക്കെ നേതാക്കൾ, ആരൊക്കെ വരും ദിവസങ്ങളിൽ മണ്ഡലങ്ങളിൽ? വിപിൻ. ഉന്മേഷ്, ഇനി 12 ദിവസങ്ങൾ മാത്രം ബാക്കി. അതിലെ ഓരോ നിമിഷവും ഇനി മുന്നണികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് അത് വളരെ നിർണായകമാണ്, പ്രധാനമാണ്. കാരണം ഓരോ വാക്കുകളും ഇനി ഏറെ ചർച്ച ചെയ്യപ്പെടും. അതിനുണ്ടാവുന്ന വാക്പോരുകളൊക്കെ ഉണ്ടാകും. അപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലുള്ള നേതാക്കൾ 13, 14, 15 തീയതികളാണ് മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിലേക്ക് എത്തുന്നത്. 3 ദിവസം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തുകളിലുള്ള റാലികളിലും പങ്കെടുത്ത എം സ്വരാജിന് വേണ്ടി അദ്ദേഹം വോട്ട് ചോദിക്കും. മന്ത്രിമാരുടെ പട നാളെ ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഉണ്ട്, അതുപോലെ തന്നെ OR കേളു. വരുന്ന ദിവസങ്ങളിൽ മന്ത്രിമാരായിട്ടുള്ള വി ശിവൻകുട്ടി, റോഷി അഗസ്റ്റിൻ തുടങ്ങിയിട്ടുള്ള നേതാക്കളാണ് വരുന്നത്. കെ ശൈലജ പോലുള്ള മുതിർന്ന നേതാക്കൾ ഈ മണ്ഡലത്തിൽ ഇപ്പോഴുമുണ്ട്. UDF-നെ സംബന്ധിച്ച് നാളെ അവർ നിലമ്പൂർ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് നടത്തുന്നത്. ആ ഒരു പര്യടനത്തിൽ VM സുധീരൻ പങ്കെടുക്കുന്നു. മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള VM സുധീരനുണ്ട്. വൈകുന്നേരം വരുമ്പോഴേക്കും പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ യുവനിര നേതാക്കളുടെ ഒരു ലെയറും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും നേതാക്കൾ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഒരു പ്രദേശത്ത് വോട്ട് ചോദിക്കുന്നു എന്നുള്ളത് ആണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പക്ഷേ ഇവിടുത്തെ ഒരു അടിസ്ഥാന കാര്യങ്ങളിലേക്ക് ഇപ്പോഴും ഈ സ്ഥാനാർത്ഥികൾ, മുന്നണികൾ എത്തിയിട്ടില്ല എന്നുള്ള ഒരു പരിഭവമാണ് നാട്ടുകാരുടെ ഒരു പൾസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ പെരുന്നാളിന്റെ ആ ഒരു അവധിമൂടൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ഒരു പ്രചാരണത്തിന്റെ ചൂടായിരിക്കും. അപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടത് നിലമ്പൂരിലെ മലയോര മേഖലയുടെ പ്രശ്നങ്ങളാണ്. ഇവിടുത്തെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായ സ്ഥലങ്ങളാണ്, അവർക്കുണ്ടായിരുന്ന നഷ്ടപരിഹാരം, അതുപോലെ തന്നെ വന്യമൃഗശല്യം, അതിരൂക്ഷമായിട്ടുള്ള വന്യമൃഗശല്യം നേരിടുന്ന ഒരു പ്രദേശമാണ് ഈ നിലമ്പൂർ മണ്ഡലം. അത് കുറച്ചുകൂടി കാര്യഗൗരവത്തോടു കൂടി സ്ഥാനാർത്ഥികൾ അവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, ഇവിടെ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ, ഇതിലേക്ക് കുറച്ചുകൂടി ചർച്ചകൾ പോകണം. കാരണം ആന, അതുപോലെ തന്നെ പുലി, കടുവ തുടങ്ങിയിട്ടുള്ള എല്ലാ വന്യമൃഗങ്ങളും ഇവിടെ അത്രത്തോളം ഭീതി വിതയ്ക്കുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്ക് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി കാര്യഗൗരവമായിട്ടുള്ള ഒരു ഇതുണ്ടാവണം. അത് ഇപ്പോൾ കേന്ദ്രത്തിനെയും കേരളത്തിനെയും പഴിചാരി പോവുക എന്നുള്ളതിനപ്പുറമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പിന്നീട് ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നിലമ്പൂരിനെ സംബന്ധിച്ച് ഇവിടുത്തെ ബൈപ്പാസ് ഒരു യോഗ്യമാക്കണം, അതൊരു യാത്രായോഗ്യമാക്കണം എന്നുള്ളതാണ്. അതും ഇപ്പോൾ ധനാനുമതിയൊക്കെ സർക്കാർ നൽകിയെങ്കിലും അതിലിപ്പോഴും ഒരു അവ്യക്തത നിൽക്കുന്നു. അത് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു പരിഭവവും നാട്ടുകാരെ സംബന്ധിച്ചുണ്ട്. അങ്ങനെ ഒരു റോഡ് യാഥാർത്ഥ്യമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഗൂഡല്ലൂരിലേക്കുള്ളൊക്കെയുള്ള യാത്ര അത് വളരെ കുറച്ചുകൂടി ഈസി ആവും. ഇവിടെ ഉണ്ടായിരുന്ന ഗതാഗത കുരുക്ക് ഒഴിയും. ഏകദേശം ഒരു 10-20 കൊല്ലമായിട്ട് തന്നെ അതിന്റെ വർക്ക് പിന്നെ ഒന്നും ആവാതെ കിടക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി ശ്രദ്ധ പോകണം എന്നുള്ളത് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. NDA കൂടെ പറയണം. NDA സംബന്ധിച്ച് ഇനിയിപ്പോൾ BJP-യുടെ കേന്ദ്രമന്ത്രിമാരെ, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ ഒരിക്കൽ കൂടി മണ്ഡലത്തിലേക്ക് എത്തിച്ച ഒന്ന് സജീവമാകാനാണ് NDA ക്യാമ്പ് ഉദ്ദേശിക്കുന്നത്. PV അൻവർ ആകട്ടെ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ എത്തിച്ച് ഈ കളം പിടിക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നു. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ അക്രമ പ്രത്യാക്രമണങ്ങളും വക്പോരും ഒപ്പം തന്നെ സജീവമായ രാഷ്ട്രീയ പ്രചാരണം കൊണ്ട് നിലമ്പൂരിലേക്കായിരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ കേന്ദ്രം എന്നുള്ളത് നിസ്സംശയം പറയാം. ഉന്മേഷ്. ശരി, വിപിൻ സി വിജയനാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.